ഹലോ ഫ്രണ്ട്സ്, ഡോക്ടർ രാജേഷ് കുമാർ. വെയിറ്റ് ലോസ് ചലഞ്ച് സീസൺ 2 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം പൂർത്തിയാകുകയാണ്. 2 കിലോ മുതൽ 7 കിലോ വരെ ശരീരഭാരം കുറഞ്ഞ ഒരുപാട് പേര് അവരുടെ മെസ്സേജിലൂടെ പറയുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. പലരും ഇതിനകത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര വെയിറ്റ് കുറച്ചിരുന്നാലും ഈ വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ നിർത്തുന്ന സമയത്ത് വീണ്ടും നമ്മൾ പഴയ അവസ്ഥയാവില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത്തരത്തില് നമ്മുടെ ഈ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലർക്കും പറ്റുന്ന ചില അബദ്ധങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധാരണകളും കൂടുതൽ നമുക്ക് ഉദ്ദേശ ബെനിഫിറ്റ് കിട്ടാത്ത ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. ഇങ്ങനെ നമ്മൾ വെയിറ്റ് ലോസിന് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില അബദ്ധങ്ങൾ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സഡൻ വെയിറ്റ് ലോസ് പ്ലാൻ ആണ്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള പല കാര്യങ്ങളും, അതായത് പല പ്രോഡക്ട്സ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഒരാഴ്ചയിൽ തന്നെ 5 കിലോ കുറയുന്നു, 8 കിലോ കുറയുന്നു, ഭയങ്കര റിസൾട്ട്. ചില ഷേക്കുകളോ അല്ലെങ്കിൽ ചില ഡ്രിങ്കുകളോ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ തന്നെ വെയിറ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് കുറയുന്നു, ഗംഭീര റിസൾട്ട്. 100 കിലോ ഉണ്ടായിരുന്ന ആള് 65ലേക്കൊക്കെ എത്തി എന്ന രീതിക്ക് ഭയങ്കര പ്രചരണമുണ്ട്. ഇത് ചെയ്യുന്ന പെട്ടെന്ന് റിസൾട്ട് കിട്ടുമല്ലോ, ഒരു സാധനം കലക്കി കുടിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിറങ്ങുന്നതുമുണ്ട്. ഏറ്റവും വലിയ വെയിറ്റ് ലോസിന്റെ ഒരു മണ്ടത്തരമാണിത്. കാരണം സഡനായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു റാപ്പിഡായിട്ട് ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക് പോയിട്ട് നമ്മുടെ ശരീരത്തിൽ ആദ്യം നമ്മുടെ മസിലിനകത്തുള്ള വാട്ടർ വെയിറ്റ് കുറയുന്നു. ക്രമേണ നമ്മുടെ ശരീരഭാഗത്തുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്ലാനാണ്. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പിനെ പെട്ടെന്ന് അലിയിച്ച് കളയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജീനുകളുടെ പ്രത്യേകത, ഇത് എപ്പോഴാണോ അടുത്ത ഫുഡ് എത്തുന്നത് അടുത്ത സെക്കൻഡിൽ ഇത് നമ്മുടെ ശരീരത്തിൽ തിരിച്ച് സ്റ്റോറേജിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് പലർക്കും വെയിറ്റ് ലോസ് ഇത്തരത്തിൽ സഡൻ ക്രാഷ് ഡയറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് സഡനായിട്ട് വെയിറ്റ് അങ്ങ് പോകുന്നു, നിർത്തി കഴിയുമ്പോൾ വീണ്ടും അതേ അവസ്ഥയിൽ തിരിച്ചു കയറി വരുന്നു എന്നുള്ളത്. എപ്പോഴും നല്ലത് വളരെ ചെറിയ അളവിൽ, അതായത് ഒരു മാസത്തിൽ ഒരു 3 കിലോ വരെ ഗ്രാജുവലി ശരീരഭാരം കുറയ്ക്കുന്ന ഒരു രീതിക്ക് മുന്നോട്ട് പോയാൽ ഇത് ശാശ്വതമാണ്. വീണ്ടും കൂടാതെ, അതായത് അമിതമായിട്ട് നിങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് കുളമാക്കിയാൽ മാത്രമേ ഇത് വീണ്ടും പഴയ അവസ്ഥയിലെത്തുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും ഒരു മര്യാദയ്ക്ക് ജീവിച്ചു പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് പലർക്കും ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി പട്ടിണി കിടക്കുന്നു. ഇന്നത്തെ ദിവസം ഞാൻ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. ഇത്തരത്തില് നമ്മൾ ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണത്തിനെ കട്ട് ചെയ്തുകൊണ്ട് പലരും ഇറങ്ങിത്തിരിക്കാറുണ്ട് ഭാരം കുറയ്ക്കാൻ വേണ്ടി. ഇതാണ് രണ്ടാമത്തെ വലിയ അബദ്ധം. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് സംഭവിക്കുന്നതെന്നറിയോ, നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെത്തുന്ന ഭക്ഷണത്തിന് അല്ലെങ്കിൽ എത്തുന്ന ക്രൂഡ് വസ്തുക്കളെ, ഇന്ധനത്തിനെ കത്തിച്ച് എനർജി ആക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സ് അങ്ങ് സ്ലോ ഡൗൺ ആവും. അപ്പൊ എന്ത് പറ്റും, നമ്മൾ ചെറിയ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ഭക്ഷണത്തിനെ ഊർജ്ജമാക്കി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ശരീരവും ശ്രമിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ മെലിയില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അല്പം ഭക്ഷണം കൂടുതൽ കഴിച്ചിരുന്നത്, അതായത് ഒരു നേരത്തിന് പകരം നമ്മൾ ഏതെങ്കിലും ദിവസം 3 നേരം ആഹാരം കഴിച്ചാൽ പെട്ടെന്ന് ഒരു 1.5 കിലോ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ടും കൂടിന്ന് വരാം. ഇത് വലിയൊരു മണ്ടത്തരമാണ്. പലരും വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടക്കുന്നവർക്ക് അവരുടെ മെറ്റബോളിസം കുറയുന്നതുകൊണ്ടാണ് ശരീരഭാരം കുറയാത്തത്. മൂന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഈ സ്നാക്കുകൾ പലപ്പോഴും 11 മണിക്ക് 4 മണിക്കുള്ള ചെറിയ ചെറിയ എണ്ണക്കടി ഭക്ഷണങ്ങൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കേണ്ട കാര്യമില്ല. വളരെ ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ചെറുതായിട്ട് കഴിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കണമെന്നിരിക്കട്ടെ, ചെറിയ അളവിൽ കഴിക്കുക. ഇപ്പോൾ ചിപ്സ്, നമ്മൾ സാധാരണ ചിപ്സ് എല്ലാം കഴിക്കുന്നത് എങ്ങനെയാണ്, ഒരു പാക്കറ്റിൽ വാങ്ങിച്ചുകൊണ്ട് TV വല്ലതും നോക്കിക്കൊണ്ടിരുന്ന കഴിക്കും. അത് തീരുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത് തീർന്നുവല്ലോ എന്ന്. ആ ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ സ്നാക്കുകൾ കഴിക്കുമ്പോഴുള്ള അപകടം. സ്നാക്കുകളുടെ അളവാണ് പ്രധാനം. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നു, ചിപ്സ് എടുക്കുന്നു, ഒരു 3-4 ചെറിയ ചിപ്സ് എടുക്കുക, ആഗ്രഹത്തിന് വേണ്ടി കഴിക്കുക. കഴിക്കുന്നത് സ്പീഡിൽ വായിലിട്ട് കറുമുറയെ കഴിക്കരുത്. സ്ലോലി വായിലിട്ട് അതിന്റെ രുചി ആസ്വദിച്ച് ചവച്ച്, ഓരോന്നും സമയമെടുത്ത് ചവച്ച് മാത്രം കഴിക്കുക. വെറും 4 എണ്ണം കഴിച്ചാൽ മതി, നിങ്ങളുടെ ആഗ്രഹം മാറുകയും ചെയ്യും. നിങ്ങൾ കഴിച്ചില്ലല്ലോ എന്നൊരു സങ്കടവും ആവശ്യമില്ല. ഏത് തരത്തിലുള്ള സ്നാക്കും ആയിക്കോട്ടെ, വളരെ ചെറിയൊരു പീസ് നിങ്ങളുടെ ആഗ്രഹം മാറാൻ മാത്രമായിട്ട് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഇതിന് പകരം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സ്നാക്കായിട്ട് നിങ്ങൾ അത്യാവശ്യം നട്ട്സോ സീഡ്സോ പഴങ്ങളോ കഴിച്ചു നോക്കി, നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വളരെ ആഡഡ് ഫാക്ടറുമാണ്. നിങ്ങൾക്ക് വിശപ്പും മാറും. നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്നാക്ക് ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടവും മാറാൻ അത് സഹായിക്കും.
അടുത്ത തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നവർ ഫാസ്റ്റ് ഫുഡുകൾ ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഇടയ്ക്ക് ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഒരു നേരം കഴിക്കാം. പക്ഷേ ഏത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഉദാഹരണം, നിങ്ങൾക്കിപ്പോൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ ഇഷ്ടമാണെന്നിരിക്കട്ടെ. ഗ്രില്ല് ചെയ്തിട്ടുള്ള ചിക്കൻ പൊതുവെ ഫാസ്റ്റ് ഫുഡ് വിഭാഗത്തിൽ പെടുന്നതാണ്. അയ്യോ ഇത് കഴിച്ചാൽ വണ്ണം കൂടുമല്ലോ എന്ന് ഇല്ല, അങ്ങനെയില്ല. എന്നാൽ ഇവയെ കഴിക്കുന്ന കോമ്പിനേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഒരു 3 പൊറോട്ടയും ഒരു 1-2 പീസ് ഗ്രിൽഡ് ചിക്കനും അതിൻ്റെ കൂടെ മയനൈസും സോസും, ഈ ഒരു കോമ്പിനേഷനാണ് പലപ്പോഴും അപകടം. നിങ്ങൾക്ക് ഗ്രിൽഡ് ചിക്കൻ കഴിക്കണോ? നിങ്ങൾ ഒരു പീസ് ഗ്രിൽഡ് ചിക്കൻ എടുക്കുക. ഏകദേശം 120-130 കാലറി ഊർജ്ജം വരും. ഒരു പീസ് ഗ്രിൽഡ് ചിക്കൻ എടുത്തിട്ട് അതോടൊപ്പം നിങ്ങൾക്ക് അത്യാവശ്യം പച്ചക്കറികൾ, പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതിന്റെ കൂട്ടത്തിൽ തരുന്ന സാലഡുകളെ നമ്മൾ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇറച്ചിയും അത്യാവശ്യം പൊറോട്ടയും കുറച്ച് മയനൈസും മാത്രം കഴിക്കുന്ന രീതിയുണ്ട്. അത് മാറ്റിയിട്ട് ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് സാലഡുകൾ എടുക്കുക. വേണമെങ്കിൽ ഒരു പകുതി ചപ്പാത്തി അതിൻ്റെ ഒപ്പം കഴിക്കുക. ചിക്കൻ കഴിച്ച സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. എന്നിരുന്നാൽ നിങ്ങൾ ഇതോടൊപ്പം കഴിക്കുന്ന സോസുകളും മയനൈസ് പോലുള്ള ഈ തൊട്ടുകൂട്ടുന്ന സാധനങ്ങളാണ് ഏറ്റവും അപകടകരം. മയനൈസിന്റെ പ്രത്യേകത, ചെറിയൊരു കപ്പ് മയനൈസിനകത്ത് തന്നെ ഏകദേശം 200 മുതൽ 400 കാലറി വരെ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഭക്ഷണത്തിനെ മാത്രമേ നമ്മൾ ഒരു കാലറി സോഴ്സ് ആയിട്ട് കാണത്തുള്ളൂ. യഥാർത്ഥത്തിൽ അപകടമായിരിക്കുന്നത് ഇതിന്റെ കൂടെ കിട്ടുന്ന സോസുകൾ. അത് ഏത് തരത്തിലുള്ള, ഇപ്പോൾ ടൊമാറ്റോ സോസ് ആയിക്കോട്ടെ, സോയാ സോസ് ആയിക്കോട്ടെ, ഈ കോമ്പിനേഷൻസ് ആണ് അപകടം. അവയ്ക്കകത്താണ് ഉയർന്ന അളവിൽ കാലറി ഉള്ളത്. അവ ഇത്തരത്തിലുള്ള സോസുകളും മയനൈസും ഒഴിവാക്കുക. ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കാൻ നോക്കുക. എന്നാൽ നമുക്ക് ഒരു നേരം നമ്മുടെ ആഗ്രഹം മാറ്റാനായിട്ട് നമുക്കിത് കഴിക്കാം. എങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകാം. അടുത്തത്, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് കാർബുകൾ ഏത് കഴിച്ചാലും അപകടം എന്നുള്ളത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ശരീരം കുട്ടിക്കാലം മുതലേ നമ്മുടെ പഴമക്കാർ, നമ്മുടെ അച്ഛനോ അപ്പൂപ്പനോ അല്ലെങ്കിൽ കുടുംബത്തിലെല്ലാവരും തന്നെ കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഊർജ്ജം എടുത്ത് മുന്നോട്ട് പോകാനാണ് ശരീരത്തിനെ നമ്മുടെ ജനിതകപരമായി ശീലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാർബ് ഐറ്റംസ്, അതായത് ഇപ്പോൾ ചോറായിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, മറ്റു ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഈ പല ഡയറ്റിനകത്തും ഒരു ചെറിയ പോർഷൻ നമ്മൾ ചോറ് അല്ലെങ്കിൽ ചെറിയൊരു കാർബ് എന്നുള്ള ഘടകം ഉൾപ്പെടുത്തി പോകുന്നത്. കാരണം പലവിധ വൈറ്റമിൻസും ന്യൂട്രിയൻസും വലിച്ചെടുക്കുന്നതിന് സഹായിക്കും. ചെറിയ അളവിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കാം, പ്രോബ്ലം ഇല്ല. എന്നാൽ അത് എങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് നിജപ്പെടുത്തുക. ഇവ ഉണ്ടാക്കുന്ന രീതി ശ്രദ്ധിക്കുക. പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നിയന്ത്രിക്കുക. പ്രോസസ്സ് ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ പിസയും ബർഗറും അതല്ലെങ്കിൽ പബ്സും ആ ലെവലിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ നമ്മൾ അരി ആദ്യം എടുത്തിട്ട് വറുത്ത് പൊടിച്ചിട്ട് പിന്നെ അവയെ കുഴച്ചിട്ട് അവയിൽ കുറച്ച് ഈസ്റ്റ് ഒക്കെ ചേർത്തിട്ട് പുളിപ്പിച്ചിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നു. ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. ഈ രീതിക്ക് പ്രോസസ് ചെയ്യപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാൾ ഇപ്പോൾ അരി ഒന്ന് കുതിർത്തിട്ട് നിങ്ങൾക്ക് അവ ഉപയോഗിച്ച് മാവ് ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കാം. വളരെ മിനിമം ആയിട്ടുള്ള പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ചോറുണ്ടാക്കി, തവിടുള്ള അരി ഉപയോഗിച്ച് ചോറുണ്ടാക്കി അല്പം കഴിക്കാം. അവിടെ ഒരു പ്രോസസ്സ് മാത്രം, അതായത് ആ ചോറ് വേവുന്ന, അരി വേവുന്ന എന്നുള്ള പ്രോസസ്സ് മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെ ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ചെറിയൊരളവിൽ കഴിക്കാം. എങ്കിൽ നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസിനെ അത് സഹായിക്കത്തേ ഉള്ളൂ. ഒരിക്കലും അതുകൊണ്ട് നിങ്ങളെ കാർബ്സ് നിർത്തുന്നതുകൊണ്ട് ശരീരത്തിനും മനസ്സിനും അനാവശ്യമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, പലരും പറയുന്ന കേൾക്കാം, ഞാൻ ആവശ്യമുള്ള ഭക്ഷണം എല്ലാം കഴിക്കും, ഈ ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ പോയി നന്നായിട്ട് വ്യായാമവും ചെയ്യും. ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ചെയ്താൽ മതി, വണ്ണം വയ്ക്കത്തില്ല എന്ന്. നന്നായി അധ്വാനിച്ച് അതുപോലെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ വണ്ണം വയ്ക്കത്തില്ല എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഉദാഹരണം പറയാം, നിങ്ങൾ ഒരു 28 വയസ്സിൽ കുറച്ച് ഭക്ഷണം കഴിക്കുന്നു, അതോടൊപ്പം പോയി വ്യായാമം ചെയ്യുന്നു. ഇതേ ഭക്ഷണം തന്നെ നിങ്ങളൊരു 48 വയസ്സിലും കഴിച്ച് വ്യായാമം ചെയ്താൽ 28 വയസ്സിൽ ശരീരം ബേൺ ചെയ്യുന്ന പോലെ 48 വയസ്സിൽ ശരീരം ഈ കാലറി ഉപയോഗിക്കത്തില്ല. പകരം 48 വയസ്സിൽ 28-കാരന്റെ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ വണ്ണം വയ്ക്കും 100%. കാരണം പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് BMR എന്ന് പറയുന്നത് കുറഞ്ഞു വരും. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് ക്രമേണ ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരികയും അതോടൊപ്പം നിങ്ങൾ വ്യായാമവും ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഊർജം കത്തിപ്പോവുകയും കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന പ്രോബ്ലം വരാതിരിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ 40 വയസ്സ് കഴിഞ്ഞ ഏകദേശം 70% പേർക്കും
പലതരത്തിലുള്ള രോഗം, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് വരുന്നത്. ഒരിക്കലും ഇത്തരക്കാര് ഒരു 20 വയസ്സുകളിൽ നിങ്ങൾ കഴിച്ചിരുന്ന ലെവലിലുള്ള ഭക്ഷണം കഴിക്കരുത്, അത് അപകടമാണ്. ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളാണ് ഈ വെയിറ്റ് ലോസിന്, വണ്ണം കുറയ്ക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് പൊതുവെയുള്ള തെറ്റിദ്ധാരണ. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വെയിറ്റ് കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ സത്യാവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അടുത്ത ദിവസം വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം.